Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com തേർഡ് സെമസ്റ്റർ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് നടക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി പേപ്പർ റിസർച്ച് മെത്തഡോളജിയാണ്. ഈ ഒരു സബ്ജക്റ്റിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന 2 വെയിറ്റേജിൻ്റെ ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓൾറെഡി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ, ഉറപ്പായും പ്രതീക്ഷിക്കുന്ന essay ചോദ്യങ്ങളുടെ വീഡിയോ ഇതൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വേണ്ടിയിട്ട് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, സോ വീഡിയോയിലോട്ട് പോകണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം M.Com-ന് ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. തേർഡ് സെമസ്റ്ററിലെ പ്രോബ്ലം പേപ്പേഴ്സിനൊക്കെ നമുക്ക് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യാൻ സാധിച്ചു. ഇത് കഴിഞ്ഞാൽ, എക്സാം കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ 4th സെമസ്റ്ററിൻ്റെ ക്ലാസ്സസും ആരംഭിക്കുന്നതാണ്. പ്രോബ്ലം പേപ്പേഴ്സ് 3 സബ്ജക്ട്സിൻ്റെയും അവൈലബിൾ ആണ്. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, ക്ലാസ്സസ് ആക്സസ് ചെയ്യുക. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ എടുക്കാം കേട്ടോ. അപ്പം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. സോ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ബേസിക് ക്വസ്റ്റ്യൻ, ഡിഫൈൻ റിസർച്ച്. നിർബന്ധമായും നോക്കിയിരിക്കണം കേട്ടോ. ഡിഫൈൻ റിസർച്ച് റിപ്പീറ്റായിട്ട് വരാറുള്ളതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ടൈപ്സും നോക്കിയിരിക്കണം. ടൈപ്സ് ഓഫ് റിസർച്ച്, അതിലിപ്പോൾ ഈ പറയുന്ന ക്വാളിറ്റേറ്റീവ് മുഴുവൻ ഞാൻ എഴുതുന്നില്ല. ക്വാളിറ്റേറ്റീവ് സെപ്പറേറ്റ് ചോദിക്കാം, ക്വാണ്ടിറ്റേറ്റീവ് എടുത്ത് ചോദിക്കാം. പിന്നെ ടൈപ്സിൽ വരുന്ന ഒരുപാടുണ്ടല്ലോ, ആക്ഷൻ റിസർച്ച് എന്നോ അങ്ങനെ ഫണ്ടമെൻ്റൽ, ബേസിക്, ഇതിലേതെങ്കിലും ഒരെണ്ണമൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. ആക്ഷനോ ടൈപ്സ് ഏതെങ്കിലും ഒരെണ്ണം, ടൈപ്സിൽ ഒരെണ്ണം വരാറുണ്ട്, നോക്കി വയ്ക്കണം കേട്ടോ. ഇനി നെക്സ്റ്റ് വരുന്നതാണ് കേസ് സ്റ്റഡി. എന്താണ് കേസ് സ്റ്റഡി ചോദിക്കാം. അതല്ലെങ്കിൽ സർവേ, കേസ് സ്റ്റഡി മെത്തേഡ് അല്ലെങ്കിൽ സർവേ മെത്തേഡ്, അതുപോലെ തന്നെ എക്സ്പെരിമെൻ്റൽ മെത്തേഡ്, ഇതിലേതെങ്കിലും ഒരെണ്ണമൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. കേസ് സ്റ്റഡി മെത്തേഡ്, സർവേ, എക്സ്പെരിമെൻ്റൽ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. പിന്നെ വാരിയബിൾ എന്താണ്? ഈ വാരിയബിളിലെ ഡിഫറെൻറ്റ് ടൈപ്സിൽ ഏതെങ്കിലും, ഇപ്പോൾ ഡിപ്പെൻഡൻറ്റ് വാരിയബിളോ അതല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് വാരിയബിളോ, മോഡറേറ്റ്, എക്സ്ട്രേനിയസ്, ഇതൊക്കെ ഉണ്ട്. ഇതിലേതെങ്കിലും ഒരെണ്ണമൊക്കെ, മോഡറേറ്റ് ഉണ്ട്, അതുപോലെ തന്നെ എക്സ്ട്രേനിയസ് ഉണ്ട്. ഞാൻ മുഴുവൻ എഴുതുന്നില്ല. ഓക്കെ, ഇതിലേതെങ്കിലും ഒരെണ്ണം എക്സാമിന് ചോദിക്കാറുള്ളതാണ്. ദെൻ പിന്നെ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒന്നാണ് ഹൈപ്പോത്തസിസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അതിൽ ഈ പറയുന്ന നൾ ഹൈപ്പോത്തസിസ്, അതുപോലെ തന്നെ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് മാറി മാറി ചോദിക്കാറുള്ളതാണ്. നിർബന്ധമായും നോക്കിയിരിക്കണം കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ നെക്സ്റ്റ് നമ്മൾ റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്നിട്ടുള്ളൊരു ചോദ്യമാണ് എക്സ്പ്ലോറട്ടറി സ്റ്റഡി എന്താണ്? നിർബന്ധമായും നോക്കിയിരിക്കണം. എക്സ്പ്ലോറട്ടറി സ്റ്റഡി എന്താണ് കേട്ടോ. എക്സ്പ്ലോറട്ടറി സ്റ്റഡി എന്താണ് എന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ് സാമ്പിളിംഗ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സാമ്പിളിംഗ്. അതിൻ്റെ ടൈപ്സ് നോക്കിയിരിക്കണം. ഏതെങ്കിലും ഒരെണ്ണം എല്ലാ പേപ്പറിലും വരുന്നതാണ്. നിങ്ങൾക്കെന്നറിയാം, റിപ്പീറ്റായിട്ട് കണ്ടുവരുന്ന കുറച്ച് സാമ്പിളിങ്ങിലെ ടൈപ്സ് ഉണ്ട്. ഇപ്പോൾ ക്ലസ്റ്ററോ, സ്നോബോൾ സാമ്പിളിംഗ് റിപ്പീറ്റായിട്ട് വരുന്നതാണ്, സ്നോബോൾ. അതുപോലെ തന്നെ ആക്സിഡൻ്റൽ, പുതിയതായി അതൊക്കെ വരാറുണ്ട്. ഇപ്പോൾ ആക്സിഡൻ്റൽ സാമ്പിളിംഗ് വരുന്നുണ്ട്. മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ്, അങ്ങനെ ക്വാട്ട സാമ്പിളിംഗ്, ഏതെങ്കിലും ഒരെണ്ണമൊക്കെ ക്വാട്ട സാമ്പിളിംഗ് നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. എക്സ്പേർട്ട് സാമ്പിളിംഗ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സാമ്പിളിങ്ങിൽ ഏതെങ്കിലും ഒരെണ്ണം എല്ലാ പേപ്പറിലും വരുന്നതാണ്. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. അതുപോലെ തന്നെ പ്രതീക്ഷിക്കുന്നതാണ് അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്കുകൾ. സാമ്പിളിംഗ് ഡിസൈൻ എന്താണ് നോക്കിയിരിക്കണം. സാമ്പിളിംഗ് ഡിസൈൻ. ദെൻ അതിൻ്റെ കൂടെ തന്നെ വരാറുള്ളതാണ് സാമ്പിൾ സ്പേസ് എന്താണ്? സാമ്പിൾ സ്പേസ് എന്താണ്? സാമ്പിൾ യൂണിറ്റ് എന്താണ്? ഇതൊക്കെ അതിനെ റിലേറ്റ് ചെയ്തിട്ട് വരാറുള്ള മറ്റു ചോദ്യങ്ങളാണ്. നിർബന്ധമായും നോക്കിയിരിക്കണം കേട്ടോ. സാമ്പിൾ സൈസ് എന്താണ്? സാമ്പിൾ സൈസ് എന്താണ് നോക്കിയിരിക്കണം. ദെൻ സാമ്പിൾ ഡിസൈൻ്റെ പോലെ തന്നെ അതിൻ്റെ കൂടെ വരുന്നതാണ് റിസർച്ച് ഡിസൈൻ എന്താണ് നോക്കിയിരിക്കണം. നമുക്ക് 2 വെയിറ്റേജിൻ്റെ പ്രതീക്ഷിക്കാം. ഓക്കെ,
സോ ഇതാണ് മറ്റൊരു ചോദ്യം. പിന്നെ നെക്സ്റ്റ് ഡാറ്റയിൽ പ്രൈമറി ഡാറ്റ, അതുപോലെ തന്നെ സെക്കൻഡറി ഡാറ്റ, ഇതിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 2 വെയിറ്റേജിൻ്റെ വരാറുള്ളതാണ്. നിർബന്ധമായും നോക്കിയിരിക്കണം. ദെൻ നെക്സ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ് ഒബ്സർവേഷൻ. അതിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരെണ്ണം, ഇപ്പോൾ സ്ട്രക്ചേർഡ്, അൺസ്ട്രക്ചേർഡ് ഒബ്സർവേഷൻ ഉണ്ട്, നോക്കിയിരിക്കണം. അതാണ് മറ്റൊരു ചോദ്യം. പിന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് പോപ്പുലേഷൻ എന്താണ്. പോപ്പുലേഷൻ റിപ്പീറ്റ് ആയിട്ട് വരുന്നതാണ്. സെൻസസ് ഞാൻ നേരത്തെ പറഞ്ഞു തോന്നുന്നുണ്ട്. സെൻസസ് അതിനെ റിലേറ്റ് ചെയ്ത് പോപ്പുലേഷൻ്റെ കൂടെ തന്നെ വരാറുള്ള മറ്റൊരു ചോദ്യമാണ്. പിന്നെ വരുന്നതാണ് റിസർച്ച് പ്രോബ്ലം എന്താണ്. റിസർച്ച് പ്രോബ്ലത്തിനെ പറ്റിയിട്ട് മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വരാറുണ്ട്. നിർബന്ധമായി നോക്കിയിരിക്കണം. ദെൻ സാമ്പിളിംഗ് എറർ എന്താണ്, അതുപോലെ തന്നെ നോൺ സാമ്പിളിംഗ് എറർ റിപ്പീറ്റ് ആണ് കേട്ടോ. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമൊക്കെ വരാറുള്ളതാണ്. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. സാമ്പിളിംഗ് എററോ നോൺ സാമ്പിളിംഗ് എററോ മാറി വരുന്നതാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് മെഷർമെൻറ്റ് ഓഫ് സ്കെയിലിൽ ഏതെങ്കിലും ഒരെണ്ണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നോമിനൽ ആവാം, ഇൻ്റർവെല്ലാവാം, ഏതെങ്കിലും ഒരെണ്ണം കേട്ടോ. ഏതൊക്കെയാ? നോമിനൽ ഉണ്ട്, ഓർഡിനൽ, ഇൻ്റർവെൽ, റേഷ്യോ. ഇതിലേതെങ്കിലും ഒരെണ്ണം നമുക്ക് പ്രതീക്ഷിക്കാം. നോമിനൽ റിപ്പീറ്റ് ആയിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ സെപ്പറേറ്റ് പിന്നെ പലതരത്തിലുള്ള സ്കെയിൽസ് ഉണ്ടല്ലോ, അതിലേതെങ്കിലും വരാം. ലിക്വിഡ് സ്കെയില്, അതുപോലെ തന്നെ വരുന്ന മറ്റ് സ്കെയിൽസ് ഉണ്ട്. അതിൽ കണ്ടുവന്നിട്ടുള്ളതാണ് ഒരു പേപ്പറിൽ തേഴ്സ്റ്റൺ സ്കെയില്. അതുപോലെ തന്നെ മറ്റ് ഒരെണ്ണമാണ് ഡിക്കോട്ടമസ് സ്കെയില് കണ്ടുവന്നിട്ടുള്ള മറ്റൊരു ചോദ്യമാണ്. ദെൻ ഗട്ട്മാൻ സ്കെയില്. അപ്പോൾ ഇങ്ങനെ സ്കെയിലുകളിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് പ്രതീക്ഷിക്കാം. 2 വെയിറ്റേജിൻ്റെ ആയിട്ട് നിർബന്ധമായി നോക്കണം. ദെൻ നെക്സ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്താണ്. ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് പലപ്പോഴും കണ്ടുവന്നിട്ടുള്ളതാണ്. ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് നിർബന്ധമായി നോക്കണം. പിന്നെ എക്സ്പ്ലോറേറ്ററി ഉണ്ട്, അതുപോലെ തന്നെ കോറിലേഷണൽ, ഇതൊക്കെ അതിൽ വരുന്നതാണ് കേട്ടോ. അതിനെ റിലേറ്റ് ചെയ്ത് വരുന്നതാണ് എക്സ്പ്ലോറേറ്ററി. അത് ഞാൻ നേരത്തെ പറഞ്ഞു എന്നാണ് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് നോക്കുക, എക്സ്പ്ലോറേറ്ററി നോക്കുക. ഓക്കെ. പിന്നെ വരുന്നതാണ് പൈലറ്റ് സർവേ. റിപ്പീറ്റ് ചോദ്യമാണ്. ഡിഗ്രി എക്സാമിനൊക്കെ എപ്പോഴും റിസർച്ച് മെത്തഡോളജിയിൽ മാറി വരുന്നതാണ്. ദെൻ പ്ലേജറിസം എന്താണ്. റിപ്പീറ്റ് ആണ്, നോക്കിയിരിക്കണം. ദെൻ അനാലിസിസ് ഓഫ് ഡാറ്റ അനാലിസിസിൽ മൾട്ടിവേരിയേറ്റ് അനാലിസിസ്, അതുപോലെ തന്നെ പിന്നെ ഫാക്ടർ അനാലിസിസ് അങ്ങനെ വരാറുണ്ട്, നോക്കിയിരിക്കണം. ഡിസ്ക്രിമിനൻ്റ് ക്ലസ്റ്റർ, അതുപോലെ തന്നെ ഫാക്ടർ ഞാൻ പറഞ്ഞു, ഡിസ്ക്രിമിനൻ്റ് ഇതൊക്കെ വരാറുള്ളതാണ്. മൾട്ടിവേരിയേറ്റോ അങ്ങനെ ഏതെങ്കിലും ഒരെണ്ണം. പിന്നെ വരുന്ന മറ്റൊരു ചോദ്യമാണ് ലിറ്ററേച്ചർ സർവേ എന്താണ്, ചോദിക്കാറുള്ളതാണ്, നോക്കണം. പിന്നെ റിസർച്ച് റിപ്പോർട്ട്, അതിലെ ടൈപ്സിൽ ഏതെങ്കിലും ഒരെണ്ണവും വരാറുണ്ട്. റിസർച്ച് റിപ്പോർട്ട് എന്താണ്, അതിൽ ഡിഫറെൻറ്റ് പോപ്പുലർ റിപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പലതരത്തിലുള്ള റിപ്പോർട്ടുകളുണ്ട്, അത് നോക്കി വയ്ക്കുക. ദെൻ ഫസ്റ്റ് ചാപ്റ്ററിലുള്ള ഡിഡക്ഷൻ എന്താണ്, ഇൻഡക്ഷൻ എന്താണ്, നോക്കിയിരിക്കണം. ഡിഡക്ഷൻ ഇൻഡക്ഷൻ തിയറി ആ ഒരു കാര്യം. ദെൻ മറ്റൊരു സജഷനാണ് കോഡിംഗ് എന്താണ്, ക്ലാസിഫിക്കേഷൻ എന്താണ് വരാറുള്ളതാണ്. ടാബുലേഷൻ എന്താണ്, ഇതൊക്കെ 2 വെയിറ്റേജിൻ്റെ നമുക്ക് പ്രതീക്ഷിക്കാം.
പിന്നെ ലാസ്റ്റ് മൊഡ്യൂളിലുള്ള മറ്റൊരു ചോദ്യമാണ് ബിബ്ലിയോഗ്രഫി. ബിബ്ലിയോഗ്രഫി എന്താണ്, റഫറൻസ് എന്താണ്? ഓക്കെ, സോ ഇതൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന 2 വെയിറ്റേജിൻ്റെ ചോദ്യങ്ങൾ. വലിയൊരു സബ്ജക്റ്റാണ്, അതുകൊണ്ടാണ് ഇത്രത്തോളം നമുക്ക് സജഷൻസ് തരാൻ ഉള്ള. ഇപ്പോൾ പറയുകയാണെങ്കിൽ റിപ്പീറ്റായിട്ട് വരുന്നതിൽ റിസർച്ച് എന്താണ്, ദെൻ അതിൻ്റെ ടൈപ്സിൽ ഏതെങ്കിലും വരാറുണ്ട്, കേസ് സ്റ്റഡി, സർവേ, എക്സ്പെരിമെൻറ്റൽ, വാരിയബിളിൽ ഏതെങ്കിലും ഒരെണ്ണം, ഹൈപ്പോത്തസിസിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഏതെങ്കിലും ഒരെണ്ണം, എക്സ്പ്ലോറട്ടറി, സാമ്പിളിങ്ങിൽ ഏതെങ്കിലും ഒരെണ്ണം, ക്ലസ്റ്റർ, സ്നോബോൾ, ആക്സിഡൻ്റൽ, കോട്ട, ഇതൊക്കെ വരുന്നതാണ്. സാമ്പിളിംഗ്, ഡിസൈൻ, സ്പേസ്, യൂണിറ്റ്, സൈസ്, റിസർച്ച് ഡിസൈൻ, പ്രൈമറി ഡാറ്റ, സെക്കൻഡറി ഡാറ്റ ഏതെങ്കിലും ഒരെണ്ണം, ഒബ്സർവേഷൻ എന്താണ് അല്ലെങ്കിൽ സ്ട്രക്ചേർഡ് ഒബ്സർവേഷൻ, പോപ്പുലേഷൻ, സെൻസസ്, പിന്നെ റിസർച്ച് പ്രോബ്ലം, സാമ്പിളിംഗ് എറർ, നോൺ സാമ്പിളിംഗ് എറർ, മെഷർമെൻറ്റ് ഓഫ് സ്കെയിലിൽ ഏതെങ്കിലും ഒരെണ്ണം, പിന്നെ സ്കെയിലിൽ ലിക്വിഡ് സ്കെയിൽ, തേഴ്സ്റ്റൺ, ഡിക്കോട്ടമസ്, ഗുഡ്മാൻ. ദെൻ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പൈലറ്റ് സർവേ, പ്ലേജറിസം, പിന്നെ മൾട്ടിവേരിയറ്റ് അനാലിസിസ്, ഫാക്ടറി, ക്ലസ്റ്റർ, ഡിസ്ക്രിമിനൻറ്റ്, ലിറ്ററേച്ചർ സർവേ, റിസർച്ച് റിപ്പോർട്ട് എന്താണ് അതിൽ ടൈപ്സിൽ ഏതെങ്കിലും ഒരെണ്ണം, ഡിഡക്ഷൻ, ഇൻഡക്ഷൻ, ദെൻ കോഡിങ്, ക്ലാസിഫിക്കേഷൻ, ടാബുലേഷൻ, ഇതൊക്കെ, ദെൻ ബിബ്ലിയോഗ്രഫി, റെഫറൻസ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ 2 വെയിറ്റേജിൻ്റെ ചോദ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റായിട്ട് കണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ആദ്യത്തെ ഒരു 8 ചോദ്യം ഇതാണ്. ഓക്കെ, പിന്നെ വരുന്ന കുറച്ച് ചോദ്യങ്ങൾ ഇതാണ്. ഓക്കെ, ദെൻ പിന്നെ വരുന്ന ചോദ്യങ്ങളിൽ ഇതാണ്. ഓക്കെ, ലാസ്റ്റ് ഇത്. സോ ഇതാണ് തരാനുള്ളത്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് നിർബന്ധമായും ഒരു 7 ചോദ്യങ്ങൾ കിട്ടിയിരിക്കും. വലിയൊരു പേപ്പറാണ്, അതിന് ഞാൻ ഏറ്റവും ഷോർട്ടാക്കിയിട്ടാണ് ഈ ഒരു സജഷൻസ് തന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനി ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് ബിയിലുള്ള 3 വെയിറ്റേജിൻ്റെ ചോദ്യങ്ങളുടെ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.